നമസ്കാരം. ഇവിടെ കുറച്ച് സാധാരണ മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് പഠിക്കാം. ഒരു ഹോട്ടലിൽ ഒരു ഇംഗ്ലീഷുകാരൻ കയറിയെന്നിരിക്കട്ടെ. നമ്മുടെ ഹോട്ടലിൽ, നമ്മുടെ നാട്ടിൽ ഒരു നാടൻ തട്ടുകടയിൽ അല്ലെങ്കിൽ നാടൻ ചായക്കടയിൽ ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് കയറി കഴിഞ്ഞാൽ അയാളോട് എന്ത് ഭക്ഷണം വേണോ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അയാൾ പറയും നമ്മുടെ അലമാരയിൽ കിടക്കുന്ന ബോണ്ടയും സുഖീനും കൊഴുക്കട്ടയും ഉഴുന്നുവട എല്ലാം വേണമെന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാധനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ മറുപടി പറയും? അപ്പോൾ ആ സാധനങ്ങളുടെ പേര് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഒരു 10 വാക്കുകൾ ആദ്യമേ പഠിക്കാം. ആദ്യത്തെ 10 വാക്കുകൾ. ഒന്നാമത്തേതാണ് ബോണ്ട, സുഖിയൻ. 3 കൊഴുക്കട്ട. 4 ഉഴുന്നുവട. 5 ഉള്ളിവട. 6 പരിപ്പുവട. 7 ഇടിയപ്പം. 8 പഴംപൊരി. 9 പപ്പടവട അല്ലെങ്കിൽ പപ്പടബോളി എന്നൊക്കെ പറയും. 10 നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പവും നെയ്യപ്പവും രണ്ടും ഏകദേശം ഒരേ സാധനം തന്നെയാണ്. ഓക്കെ, ഈ 10 കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. ആദ്യമേ ബോണ്ട. ഈ ബോണ്ടയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ ആലോചിക്കുന്നത്. ബോണ്ട ഉണ്ടാക്കിയിരിക്കുന്നത് വീറ്റ് കൊണ്ടാണ്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോളാണ്. ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ബോളാണ് ബോണ്ട. അപ്പോൾ അതിന് നമുക്ക് വീറ്റ് ബോൾ എന്ന് പറയാം. സുഖിയൻ എന്ത് പറയും? സുഖിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ കൊണ്ടാണ്. അപ്പോൾ ചെറുപയർ കൊണ്ടുണ്ടാക്കിയ ഒരു ബോളാണത്. അപ്പോൾ ഗ്രീൻ ഗ്രാം ബോൾ എന്ന് പറയാം. ഗ്രീൻ ഗ്രാം ബോൾ. കൊഴുക്കട്ട. ഈ കൊഴുക്കട്ട എന്ന് പറയുന്നത് നമ്മുടെ അരിമാവ് കുഴച്ചെടുത്ത് അതിനകത്ത് ശർക്കരയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വളരെ രുചിയേറിയൊരു സാധനമാണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷുകാർക്കുണ്ട് ആ സാധനം, അതേ സാധനം തന്നെ ഇംഗ്ലീഷുകാർക്കുണ്ട്. പക്ഷേ അതിനകത്ത് അവർ ഈ കൊഴുപ്പൊക്കെ ചേർക്കും ഇതിനകത്ത്. എന്നിട്ട് ഈ മാംസത്തിൻ്റെ കൂടെ അവർ കഴിക്കുന്നൊരു സാധനമാണ്. അതിന് അവർ പറയുന്നത് ഡംപ്ലിംഗ് എന്നാണ്. DUMPLING, ഡംപ്ലിംഗ്. അതേ ഡംപ്ലിംഗ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്കതിനെ കേരള ഡംപ്ലിംഗ് എന്ന് വിളിക്കാം. കൊഴുക്കട്ട വെജിറ്റേറിയൻ കേരള ഡംപ്ലിംഗ്. കേരള ഡംപ്ലിംഗ് വിത്ത് വെജിറ്റേറിയൻ. Kerala dumpling, vegetarian Kerala dumpling. We can say like that. Okay. Vegetarian Kerala dumpling. Okay. അപ്പോൾ കൊഴുക്കട്ടയ്ക്ക് നമുക്ക് പറയാം കേരള ഡംപ്ലിംഗ്. അടുത്തത് ഉഴുന്നുവടയാണ്. 4മത്തത്. ഉഴുന്നുവടയ്ക്ക് എന്ത് പറയും? ഉഴുന്ന് എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാലാണല്ലോ ഉഴുന്നുവടയുടെ പേര് പറയാൻ പറ്റുള്ളൂ. ഉഴുന്നിൻ്റെ ഇംഗ്ലീഷാണ് ബ്ലാക്ക് ഗ്രാം. നമ്മൾ ചെറുപയറിന് പറഞ്ഞു ഗ്രീൻ ഗ്രാം എന്ന് പറയും ചെറുപയറിന്. അപ്പോൾ ഇവിടെ ഉഴുന്നിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ഗ്രാം. ഇത് പിന്നെ ബോൾ പോലെ അല്ലാതിരിക്കുന്നത് നമുക്ക് ബോളെന്ന് പറയാൻ പറ്റില്ല. ഒരു ബോൾ പോലെ അല്ലാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ബ്രെഡ് എന്ന് പറയാം. അപ്പോൾ ഇതെന്തായി? ബ്ലാക്ക് ഗ്രാം ബ്രെഡ്. കേരള ബ്ലാക്ക് ഗ്രാം ബ്രെഡ്. 5മത്തെ സാധനമാണ് ഉള്ളിവട. ഉള്ളിക്ക് എന്താണ് ഇംഗ്ലീഷ്? ഒനിയൻ. സോഫാർ ഇത് ബോൾ പോലെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രെഡ് എന്ന് പറയാം. അപ്പോൾ ഒനിയൻ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിവട. പരിപ്പുവടയ്ക്ക് എന്ത് പറയാം? പരിപ്പുവടയ്ക്ക് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, പരിപ്പിന് ഉപയോഗിക്കുന്ന വാക്കാണ് ദാൽ. അപ്പോൾ നമുക്ക് പറയാം ദാൽ ബ്രെഡ്. അതുപോലെ ഇടിയപ്പത്തിന് എന്ത് പറയും? അതുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇടിച്ചല്ല ഉണ്ടാക്കുന്നത്. ആ മെഷീൻ ശരിക്കും പ്രസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം പ്രസ് ബ്രെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയേണ്ടത്. പ്രസ് ബ്രെഡ് എന്ന് പറയുമ്പോൾ. അല്ലാതെ നൂലപ്പം എന്ന് പറയാം ത്രെഡ് ബ്രെഡ് എന്ന് പറയാൻ പറ്റും. ത്രെഡ് ബ്രെഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പക്ഷേ നമുക്ക് കേൾക്കാൻ സുഖമുള്ളൊരു വാക്കാണ് പ്രസ് ബ്രെഡ്. അടുത്ത് പഴംപൊരി, ബനാന ബ്രെഡ്. പപ്പടവട, പപ്പഡ് ബ്രെഡ്. നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം അതുണ്ടാക്കിയിരിക്കുന്നത് ഘീ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പറയാം ഘീ ബ്രെഡ്. താങ്ക്സ്.